بسم الله الرحمن الرحيم أستغفر الله من كل ذنب تبنا إلى الله أستغفر الله من كل ذنب തുബ്നാ ഇലല്ലാഹ്. പാപികളാണേ, ദോഷികളാണേ, പാപങ്ങളേറെ ചെയ്തവരാണേ. പാപികളാണേ, ദോഷികളാണേ, പാപങ്ങളേറെ ചെയ്തവരാണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും. നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്നുണ്ട്, പരിശുദ്ധമായ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, സ്വദക്കകളും സക്കാത്തുകളും നന്മകളേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന, അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു നല്ല സംഭവമുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ബൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഇദ റഅയ്നാഹു ലഹിക ഹത്താ ബദത് ഫനായാഹു, നബി തങ്ങൾ തങ്ങളുടെ പല്ല് പുറത്ത് കാണും വിധം ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ചിരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കാറേ ഉള്ളൂ. പല്ല് കാണിച്ചൊരു ചിരി അപൂർവമാണ്. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം കണ പൊട്ടുമ്പോഴാണ് റസൂലുള്ളാഹിയുടെ പല്ല് ഇങ്ങനെ പുറത്തു വരിക. അത് കണ്ടു മനസ്സിലാക്കിയ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ അൽഹഖക യാ റസൂലല്ലാഹ്, എന്റെ നബിയെ അങ്ങനെ ചിരിക്കുന്നത്, അങ്ങനെ ചിരിപ്പിച്ച വസ്തു എന്താണെന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജുലാനി ജിസിയം മിൻ ഉമ്മത്തി ബൈന യദൈ റബ്ബിൽ ഇസ്സതി തബാറക വ തആല, എന്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് പേര് അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു രംഗമുണ്ട് സ്വഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാല അഹദുഹുമാ, രണ്ടിൽ ഒരാൾ പറയുമത്രേ, യാ റബ്ബി ഖുദ് ലീ മദ്ലമതി, പടച്ചവനെ അവനിൽ നിന്ന് കുറച്ച് ഹക്ക് എനിക്ക് കിട്ടാനുണ്ട്. എന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ ആക്രമിച്ചിട്ടുണ്ട്, എന്നെ അവൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ അവൻ തെറി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹക്ക്, അവനിൽ നിന്നുള്ള അവകാശം എനിക്ക് നീ നേടിത്തരണം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയും, എന്നാൽ നിന്റെ കൂട്ടുകാരൻ അവന് കൊടുക്കാനുള്ള ഹക്ക് നീ കൊടുക്കുക എന്ന് അള്ളാഹു രണ്ടാമനോട് പറയും. അപ്പോൾ ഇവൻ തന്നെ പറയും, യാ റബ്ബി ലം യബ്ഖ ലിയ മിൻ ഹസനാതിഹി ശൈഉൻ, അവൻ പറയും, എന്റെ കയ്യിൽ നന്മകളൊന്നുമില്ല അള്ളാഹുവേ, എന്റെ കയ്യിൽ കൊടുക്കാൻ നന്മകളൊന്നുമില്ല എന്ന് പറയുമ്പോ അള്ളാഹു മറ്റേ ആളോട് ചോദിക്കും, അള്ളാഹു പടച്ച തമ്പുരാൻ മറ്റേ ആളോട് ചോദിക്കും, കൈഫ തസ്നഉ ബി അഖീക വലം യബ്ഖ മിൻ ഹസനാതിഹി ശൈഉൻ, അവന്റെ കയ്യിൽ ഒരു നന്മയില്ലാതിരിക്കെ പിന്നെ നീ എങ്ങനെയാണ് അവനിൽ നിന്നുള്ള അവകാശം മേടിച്ചെടുക്കുക? ഒന്നുമില്ല നന്മ, എല്ലാം വറ്റി വരേണ്ട ഒരു മനുഷ്യൻ, പാപങ്ങൾ മാത്രം ചെയ്ത മനുഷ്യൻ, അവന്റെ കയ്യിൽ വേറെ നന്മകളൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, യാ റബ്ബി ഫൽയഹ്മിൽ അന്നി മിൻ ഔസാരി, എന്നാൽ എന്റെ കുറ്റങ്ങളെല്ലാം അവന്റെ തലയിൽ വെച്ചു കൊടുക്ക് പടച്ചവനെ, എന്റെ കുറ്റങ്ങളെല്ലാം അവന്റെ തലമണ്ടയിലോട്ട് വെച്ചു കൊടുക്ക്, എന്നിട്ട് എന്നെ ഒഴിവാക്ക്, അവനുള്ള അവകാശം അങ്ങനെയെങ്കിലും നീ നേടുത്താ, നീ നീതിമാനായ റബ്ബല്ലേ അല്ലാഹ് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയും, അള്ളാഹു അവനോട് പറയും, യൗമ യഹ്താജുൻ നാസു ഫീഹി ലാ അൻ യുഹ്മല അൻഹും ഔസാറഹും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് വല്ലാതെ കരയുന്നുണ്ട്. അഫാദത്ത് ഐന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. മറ്റു മനുഷ്യന്റെ അവസ്ഥ, മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടുള്ള നബി തങ്ങളുടെ അനുകമ്പ, ഒന്നും കൊടുക്കാനില്ലാതെ, ഒന്നും പറയാനില്ലാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നവന്റെ അവസ്ഥ ഓർത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹു പറയും അവനോട്, ഇർഫഅ ബസറക ഫൻദുർ ഫിൽ ജിനാൻ, അള്ളാഹു അവനോട് പറയും, നിന്റെ കണ്ണ് നീ ഒന്ന് ഉയർത്ത്, എന്നിട്ട് നീ സ്വർഗത്തിലോട്ട് നോക്ക്. അവനോട് പറയും, അവന്റെ അവകാശം എനിക്ക് തരാൻ പറഞ്ഞവനോട് അള്ളാഹു പറയും, നീ സ്വർഗത്തിലോട്ട് നിന്റെ കണ്ണു നാട്ട്. അള്ളാഹുവിനോട് അവൻ ചോദിക്കും, അള്ളാഹു അവനോട് പറയും, ഇർഫഅ റഅസക, നിന്റെ തല ഉയർത്തി നീ സ്വർഗത്തിലോട്ട് നോക്ക്. ഫറഫഅ റഅസഹു, അങ്ങനെ അവൻ തല ഉയർത്തും, അവൻ സ്വർഗത്തിലോട്ട് നോക്കും. യാ റബ്ബി അറാ മദാഇന മിൻ ഫില്ല വഖുസൂറൻ മിൻ ദഹബിൻ മുകല്ലലത്തിൻ ബിലുഉലുഇൻ, മുത്തുകളാലും പവിഴങ്ങളാലും നിറഞ്ഞ
സ്വർഗീയ ആനന്ദങ്ങളാണല്ലോ റബ്ബേ ഞാൻ കാണുന്നത്. എന്താ റബ്ബേ റഹ്മാനായ അല്ലാഹ്, അന്തം വിട്ട് അന്താളിച്ചു പോകും സ്വർഗത്തിന്റെ മനോഹാരിത കാണുമ്പോൾ. അവൻ ചോദിക്കും, ലി അയ്യി നബിയിൻ ഹാദാ, ഇത് ഏത് നബിക്കുള്ളതാണ് അല്ലാഹുവേ? ലി അയ്യി സിദ്ദീഖിൻ ഹാദാ, ഇത് ഏത് സിദ്ദീഖിനുള്ളതാണ് അല്ലാഹുവേ? ലി അയ്യി ഷഹീദിൻ ഹാദാ, ഇത് ഏത് ഷഹീദ് രക്തസാക്ഷിക്കുള്ളതാണ് അല്ലാഹുവേ? ഇത്ര മനോഹരമായ ഈ കൊട്ടാരങ്ങളും ഈ സമ്മാനങ്ങളും. അല്ലാഹു പറയും, ഹാദാ ലിമൻ അഅത സമൻ, ഇതിന് വില കൊടുക്കുന്നവനാണ് ഞാനിത് കൊടുക്കുക. ഇതിനൊരു വിലയുണ്ട്, ഇതിനൊരു പ്രൈസ് ഉണ്ട്, ഒരു വിലയുണ്ട്. ആ വില തരുന്നവൻ ഞാനിത് കൊടുക്കും. ആരാണ് റബ്ബേ ഇതിന്റെ ഉടമപ്പെടുത്തി കൊണ്ടുപോകുന്നത്? ആ വിലയെല്ലാം നിനക്ക് തന്നിട്ട് ഇത് ഉടമപ്പെടുത്തി കൊണ്ടുപോകുന്ന ആൾ ആരാണ് റബ്ബേ എന്ന് ചോദിക്കാൻ. അപ്പൊ അള്ളാഹു പറയും, അന്ത തംലിക്കുഹു, നീ വേണമെങ്കിൽ ഉടമപ്പെടുത്തി എടുത്തോ, നീ വേണമെങ്കിൽ ഉടമപ്പെടുത്തി ആ സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ നീ കൊണ്ടുപോയിക്കോ. അപ്പൊ അള്ളാഹു ചോദിക്കും, അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കും, ബിമാദായ, എങ്ങനെയാ പടച്ചോനെ ഞാനത് കൊണ്ടുപോകുക? എന്റെ അവകാശം പോലും കിട്ടിയിട്ടില്ല, എന്റെ ഹക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇപ്പോഴും പ്രതിസ്ഥാനത്താണല്ലോ, ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക? അള്ളാഹു അവനോട് പറയുന്നൊരു ഭാഷയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാൻ കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. അള്ളാഹു കാരുണ്യവാനാണ്, കരുണാമയനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കൊടും പാപം ചെയ്ത് ഈ തന്റെ സഹോദരനെ ആക്രമിച്ചും കുറ്റപ്പെടുത്തി നടന്നവൻ ഒരു നന്മ പോലും ഇല്ലാതെ അന്താളി ചന്തം വിട്ട് നിൽക്കുന്ന രംഗത്ത് ഇവന്റെ തിന്മകളെല്ലാം അങ്ങട്ട് പേറാനുള്ള ആ സാഹചര്യം വരുമ്പോൾ അള്ളാഹു ഇവന് സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് പറയുന്ന രംഗമുണ്ട്, തഅഫു അൻ അഖീക, നിന്റെ കൂട്ടുകാരനില്ലേ, എല്ലാ തെറ്റും ചെയ്തവൻ, കുറ്റം ചെയ്തവൻ, ഒന്നുമില്ലാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നവൻ, അവന് നീ ഒന്ന് മാപ്പ് ചെയ്തു കൊടുത്താൽ മതി. ഖാല യാ റബ്ബി ഇന്നി ഖദ് അഫൗതു അൻഹു, ഞാൻ അവന് മാപ്പ് കൊടുത്തു തമ്പുരാനെ. കാരണം സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിന്റെ ഒരു വല്ലാത്ത സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. അള്ളാഹുവിന് പോലും ആഗ്രഹമാണ് നമ്മൾ മറ്റുള്ളവർക്കൊന്ന് പുറത്തു കൊടുക്കാൻ. സ്വന്തം വാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, സ്വന്തം ഉമ്മാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, സ്വന്തം സഹോദരനെ തല്ലിക്കൊല്ലുന്ന കാലം, സ്വന്തം കൂടപ്പിറപ്പുകളെ ഉപദ്രവിക്കുന്ന കാലം, ഒരു വല്ലാത്ത കാലം. ആർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. മരിച്ചു കിടന്നാൽ പോലും അവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാനോ ചെയ്യൂല. അള്ളാഹുവിന് പോലും ഇഷ്ടമാണ് നമ്മൾ മറ്റുള്ളവരോട് ഒരു കരുണ കാണിക്കൽ, മയം കാണിക്കൽ. അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ പോലും നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി പറഞ്ഞില്ലെങ്കിൽ പോലും റബ്ബ് നമുക്ക് പുറത്തു തരും. കാരണം നമ്മൾ മറ്റുള്ളവനോട് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട്. അള്ളാഹു പറയും, ഖുദ് ബിയദി അഖീക, എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ അവന്റെ കൈ ചെന്ന് പിടിക്കുക, രണ്ടുപേരും സ്വർഗത്ത് വയ്ക്കോ എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഒരു സംസാരമുണ്ട്, അള്ളാഹിന്റെ ഹബീബ് ഒരു സംസാരം സംസാരിക്കുന്നുണ്ട്. ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. വാസ്ലിഹു ദാത ബൈനിക്കും ഫഇന്നല്ലാഹ യുസ്ലിഹു ബൈനൽ മുഅ്മിനീന യൗമൽ ഖിയാമ, തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കണം. കൂട്ടുകാർ തമ്മിൽ, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, അയൽക്കാർ തമ്മിൽ ബന്ധങ്ങൾ സുദൃഢമാകണം. റമളാൻ ഓരോന്ന് കഴിഞ്ഞു കടന്നു പോകുമ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി തരൂല്ല. അള്ളാഹുവിന് പോലും ഇഷ്ടമാണ്. നിങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചവനെന്ന് പറഞ്ഞാലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് റബ്ബ് പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമ്മളൊന്ന് തയ്യാറായാൽ മറ്റുള്ളവന് വിട്ടുവീഴ്ച ചെയ്യാൻ, നാളെ പരലോകത്ത് മാറ്റിവെക്കാതെ, ഖബറിലേക്ക് മാറ്റിവെക്കാതെ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ഊഹ് പിടിച്ചു കൊണ്ടുപോയാൽ തിരിച്ചു വരാത്ത ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആ നല്ല മുഹൂർത്തത്തിൽ അവന്റെ കൈ പോയി പിടിച്ചിട്ട് നിനക്ക് ഞാൻ പുറത്തു തന്നുട്ടോ എന്നൊന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഈ വിചാരണയില്ലാതെ സ്വർഗത്തെ നമുക്ക് കടന്നു പോകാം. നാഥനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.